നമസ്കാരം, ഞാൻ ദിവ്യ. ദൈവസ്തുതിയിലെ അവസാനത്തെ കുറലുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. പിറവി പെരുങ്കടൽ നീന്തുവർ നീന്താർ ഇറൈവൻ അടിച്ചേരാതാർ. ഇതാണ് ദൈവസ്തുതിയിലെ അവസാനത്തെ കുറൽ. ഇതിന്റെ അർത്ഥം, തിരുവള്ളൂർ നമ്മുടെ ജീവിതത്തെ ഒരു സമുദ്രത്തെ പോലെ കണക്കാക്കുന്നു. ഒരു സമുദ്രം നീന്തി കിടക്കണമെങ്കിൽ നമുക്ക് ഒരാളുടെ തുണ വേണം, അതായത് ഒരു ബോട്ട് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. അപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ജനനം, കഷ്ടപ്പാട്, ദുഃഖങ്ങൾ, ആഗ്രഹങ്ങൾ, ഇതെല്ലാം വന്ന് ജീവിതത്തിലെ സമുദ്രമായിട്ടാണ് ഇവിടെ ഈ തിരുവള്ളൂർ ഉപമിക്കുന്നത്. ഈ സമുദ്രം എല്ലാവർക്കും ഒരുപോലെയാണ്. പക്ഷെ എല്ലാവർക്കും ഈ സമുദ്രം നീന്തിക്കിടക്കാൻ കഴിയില്ല. അതായത് നല്ല വഴിയിൽ നടന്ന് നല്ല കാര്യങ്ങൾ ചെയ്താൽ ഈ സമുദ്രം എളുപ്പത്തിൽ നീന്തിക്കടക്കാം എന്നാണ് പറയണത്. നമ്മുടെ ജീവിതമാകുന്ന സമുദ്രം എളുപ്പത്തിൽ നീന്തിക്കടക്കാം എന്നാണ് പറയണത്. താൻ എന്ന അഹങ്കാരത്തോടെ ജീവിക്കുന്നവൻ ഒരിക്കലും ഈ ജീവിതമാകുന്ന സമുദ്രം നീന്തിക്കടക്കില്ല. ഈ സമുദ്രത്തിൽ തന്നെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക, സത്യസന്ധമായി സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ജീവിതമാകുന്ന സമുദ്രം എളുപ്പത്തിൽ നമുക്ക് നീന്തിക്കടക്കാം എന്നാണ് ഈ കുറലിലൂടെ വ്യക്തമാകുന്നത്. ദൈവസ്തുതി എന്ന അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു. ദൈവസ്തുതിയിലെ സാരാംശവുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.